എല്ലാവർക്കും ലേണർ വേൾഡിലേക്ക് സ്വാഗതം. ചിലരൊക്കെ പറഞ്ഞത് പ്രകാരമാണ് ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്നറിയാലോ, മൈ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ, സുനിൽ ഗവാസ്കറിൻ്റെ സ്റ്റോറിയാണ്. അവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, വാട്ട് ഈസ് ആൻ ഓട്ടോബയോഗ്രഫി? എന്താണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്? An autobiography is a self-written account of the life of oneself. ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ ആത്മകഥ എന്ന് പറയാൻ പറ്റും. അപ്പം സുനിൽ ഗവാസ്കർ അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥ എഴുതിയിരിക്കുന്നതാണ്. ഓർ ആൻ അക്കൗണ്ട് ഓഫ് പേഴ്സൺസ് ലൈഫ് റിട്ടൺ ബൈ ദാറ്റ് പേഴ്സൺ. അതായത് നമ്മളെക്കുറിച്ചിട്ട് തന്നെ നമ്മുടെ സെൽഫായിട്ടുള്ള കഥ എഴുതുക, അതാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പാസേജിൽ, ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് പാസേജിൽ വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ വാസ് സുനിൽ ഗവാസ്കർ ബോൺ? സുനിൽ ഗവാസ്കർ എപ്പോഴാണ് ജനിച്ചത്? അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സുനിൽ ഗവാസ്കർ വാസ് ബോൺ ഓൺ 10th July 1949. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് സുനിൽസ് അങ്കിൾ മിസ്റ്റർ നാരായണ മസുരേക്കർ നോട്ടീസ് വെൻ ഹി കെയിം ടു സീ ദ ബേബി ഇൻ ഹോസ്പിറ്റൽ? സുനിൽ ഗവാസ്കറിൻ്റെ അങ്കിൾ നാരായണ മസുരേക്കർ ഹോസ്പിറ്റലിൽ വന്ന് കുട്ടിയെ കാണാൻ വേണ്ടി ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എന്ത് കാര്യമാണ് നോട്ടീസ് ചെയ്യാൻ ശ്രദ്ധിച്ചത്? എന്താണ് ശ്രദ്ധിച്ചത്? ദ ബേബി ഹാഡ് എ ലിറ്റിൽ ഹോൾ ഓൺ ഹിസ് ലെഫ്റ്റ് ഇയർ ലോബ്. കുട്ടിയുടെ ഇടത്തെ ചെവിയുടെ മേലെയായിട്ട് ചെറിയൊരു ഹോളുണ്ട്. വാട്ട് വാസ് ദ ഹൊറിബിൾ തിങ് ദാറ്റ് ഹാപ്പൻ ദ നെക്സ്റ്റ് ഡേ? അടുത്ത ദിവസം എന്താണ് ഭയാനകമായിട്ട് എന്ത് സംഭവമാണ് അവിടെ ഉണ്ടായതെന്നാണ്. എന്താ സംഭവിച്ചത്? ദ ബേബി ഗോട്ട് ബൈ മിസ്റ്റേക്ക് എക്സ്ചേഞ്ച് വിത്ത് വൺ അനദർ. ബൈ മിസ്റ്റേക്കിൽ ബേബി മറ്റൊരാളുടെ അടുത്ത് പെട്ടുപോയി, അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്കിൽ എക്സ്ചേഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ വാസ് ദ മിസ്സിംഗ് ബേബി ഫൗണ്ട്? എവിടെയാണ് മിസ്സിംഗ് ആയ ബേബിയെ കണ്ടുകിട്ടിയത്? എവിടെ നിന്നാണ് കണ്ടുകിട്ടിയത്? ദ ബേബി വാസ് സ്ലീപ്പിംഗ് നെക്സ്റ്റ് ടു ദ ഫിഷർമാനിൻ്റെ തൊട്ടടുത്തായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് വേർഡ്സ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ദ സെയിം ആസ്. ചില വേർഡ്സ് പാസേജിൽ നിന്ന് കണ്ടുപിടിക്കുക സെയിം മീനിങ് ഉള്ളത്. അതിൽ ആദ്യത്തേത് ലുക്കിംഗ് അറ്റ് തിങ്സ് വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ആൻഡ് നോട്ടീസിങ് സ്മോൾ ഡീറ്റെയിൽസ്. അതിൻ്റെ അർത്ഥം ഈഗിൾ ഐഡാണ്, അതായത് ചെറിയ നിസ്സാരമായ സൂക്ഷ്മ ദൃഷ്ടിയാൽ, അത് ചിലരുണ്ടല്ലോ ഇങ്ങനെ അരിച്ചു പെറുക്കി നോക്കുന്നവർ, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. സൂക്ഷ്മ ദൃഷ്ടിയാൽ നോക്കുന്ന അതിനെ നമ്മൾ ഒറ്റ പേര് പറയുന്നത് എന്താണ്? ഈഗിൾ ഐഡ്. പിന്നെ സെക്കൻഡ് വൺ, അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് വെച്ചാൽ പരിസരബോധമില്ലാത്തതിന് തക്കതായിട്ടുള്ളൊരു വേർഡ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്നുള്ളത് ഒബ്ലീവിയസ് ആണ്. OBLIVIOUS, ഒബ്ലീവിയസ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, അൺനോൺ അല്ലെങ്കിൽ നോർ വിൽ ബി നോൺ. അതിന് പറ്റുന്നൊരു മീനിങ് എന്താണ്? ഒബ്സേർവ് എന്നുള്ളതാണ് അതിന് പറ്റുന്നൊരു മീനിങ്. നെക്സ്റ്റ് എ ഷോർട്ട് പീരീഡ്, അതിന് പറ്റുന്നൊരു മീനിങ് എസ്പെൽ എന്നുള്ളതാണ്. SPELL, എസ്പെൽ, ഇതാണ് ഷോർട്ട് പീരീഡ് എന്നുള്ളതിലേക്ക് പറയുന്നത്. പാസേജ് 2 പറയുന്നത്, പാസേജ് 2 അത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഹൗ ഡിഡ് ദ നേച്ചർ മാർക്ക് ഹിം ഔട്ട്? എങ്ങനെയാണ് നേച്ചർ, പ്രകൃതിയാൽ തന്നെ അവൻ എങ്ങനെ ഒരു മാർക്ക് കിട്ടിയിരിക്കുന്നത്? എങ്ങനെയാണ്? ദ നേച്ചർ മാർക്ക്ഡ് ഹിം ഔട്ട് ബൈ ഗിവിങ് ഹോൾ ഇൻ ലെഫ്റ്റ് ഇയർ ലോബ്. ഇടത്തെ ചെവിയുടെ അടുത്തൊരു ഹോള്. If Nankaka had not noticed the hole on his ear, where would he be living? അപ്പം നാൻകാക്ക മീൻസ് സുനിൽ ഗവാസ്കറിൻ്റെ അങ്കിൾ അത് നോട്ടീസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എവിടെയായിരുന്നു താമസിക്കേണ്ടി വരിക? എവിടെയായിരുന്നു? ഇൻ ദാറ്റ് കേസ് ഹി വുഡ് ഹാവ് ബീൻ എ ഫിഷർമാൻ വിത്ത് ദ ഫിഷർ വുമൺ. അത് അങ്ങനെയുള്ളൊരു കേസിലായിരുന്നെങ്കിൽ അദ്ദേഹം എവിടെയായിരുന്നു ജീവിക്കേണ്ടി വരിക? ഒരു ഫിഷർ വുമൻ്റെ മകനായിട്ടാണ് ജീവിക്കേണ്ടി വരിക. പാസേജ് 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡിഡ് ഗവാസ്കർ ബ്രേക്ക് ഹിസ് മദേഴ്സ് നോസ്? എങ്ങനെയാണ് ഗവാസ്കറിൻ്റെ അമ്മയുടെ മൂക്ക് പൊട്ടിക്കാനിടയായ സംഭവം? എന്താണ്? ഹി ഹിറ്റ് ഹെയർ വിത്ത് ഹിസ് ബോൾ ഓൺ ദ നോസ് വൈൽ പ്ലേയിങ് ഹിസ് ഡെയിലി മാച്ച് വിത്ത് ഹെയർ ഇൻ ദെയർ ഹോം. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ആ ക്ലാസ്സിൻ്റെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പം എങ്ങനെയാണ് നോസ് പൊട്ടാനിടയായതിന് കാരണം എന്താണ്? ഹി ഹിറ്റ് ഹെയർ വിത്ത് ഹിസ് ബോൾ ഓൺ ദ നോസ് വൈൽ പ്ലേയിങ് ഹിസ് ഡെയിലി മാച്ച് വിത്ത് ഹെയർ ഇൻ ദെയർ ഹോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, What qualities of his mother's character are brought out through the
Through this part of the extract, pick the two words or phrases the best describer here from the ones given below. Patient, encouraging, excellent, cricketer, clever, unwilling to cooperate, ഹെൽപ്പ്ഫുൾ. അപ്പോൾ ഇതിലേത് ക്യാരക്ടറാണ് അമ്മയുടെ സ്വഭാവം എന്നാണെന്ന് ചോദിക്കുന്നത്. ശരിക്കും അമ്മയുടെ സ്വഭാവം എന്താണ്? നല്ല സഹനശക്തിയുള്ള, പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലായിരുന്നു അല്ലേ. അപ്പം നമുക്കതിൽ ഏത് വേർഡ് പറയാൻ പറ്റും? പേഷ്യൻസ് ആൻഡ് എൻകറേജിങ്. കാരണം അമ്മ നല്ല പേഷ്യൻസോട് കൂടിയിട്ട് തന്നെയാണ് കളിച്ചത്. അതുകൂടാതെ എൻകറേജിങ് ആയിരുന്നു, പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരുന്നു. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ദ ഓഥർ റിമെമ്പർ ഫ്രം ഹിസ് ഗോൾഡൻ ചൈൽഡ്ഹുഡ് ഡേയ്സ് റിഗാർഡിങ് ഹിസ് പ്ലേയിങ്? അദ്ദേഹത്തിൻ്റെ കളിയെക്കുറിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹം എന്താണ് ഓർത്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. The author has a recollection of an incident when he almost broke his mother's nose. അപ്പം അവൻ ഓർത്തിരിക്കുന്ന, സുനിൽ ഗവാസ്കർ ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറുതായിരിക്കുമ്പോൾ ക്രിക്കറ്റ് കളിച്ചിട്ട് അമ്മയുടെ മൂക്ക് പൊട്ടി ആ ഒരു സംഭവമാണ് മറക്കാണ്ട് ഓർത്തിരിക്കുന്നത്. ഡിഡ് ദ ഓഥർ ചേഞ്ച് ഹിസ് പ്ലേയിങ് സ്റ്റൈൽ ആഫ്റ്റർ ദിസ് ആക്സിഡൻറ്റ്? അപ്പോൾ ഈ ആക്സിഡൻറ്റിന് ശേഷം ഓഥർ അദ്ദേഹത്തിൻ്റെ കളി പിന്നീട് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ദ ഓഥർ ചേഞ്ച്ഡ് ഹിസ് പ്ലേയിങ് സ്റ്റൈൽ ആഫ്റ്റർ ഹിസ് ആക്സിഡൻറ്റ് ബൈ റീസ്ട്രെയിനിങ് ഹിംസെൽഫ് ഫ്രം പ്ലേയിങ് അറ്റാക്കിങ് ഷോട്ട്സ്. പിന്നെ ഓരോ പ്രാവശ്യവും ഷോട്ട്സ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, മീൻസ് ഷോട്ട്സ് അടിക്കുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർ ഡിഡ് ഹി മേക്ക് ദ പിച്ച് അറ്റ് ഹോം? എവിടെയാണ് അവർ പിച്ച് ഉണ്ടാക്കിയത് വീട്ടിൽ? ഹി മെയ്ഡ് ദ പിച്ച് ഇൻ ദ സ്മോൾ ഗാലറി ഓഫ് ഹിസ് ഹൗസ്. അപ്പം വീടിൻ്റെ ചെറിയൊരു ഗാലറി, ചെറിയൊരു ഏരിയയിലാണ് അവർ പിച്ച് ഉണ്ടാക്കിയത്. അവിടെ ഇരുന്നിട്ടാണ് അവർ കളിക്കുന്നത്. പാസേജ് 4 ചോദ്യം ഇതാണ്. വാട്ട് ഡസ് ദ ഓഥർ വാണ്ട് ടു സേ ബൈ ക്രിക്കറ്റ് ഇൻ മൈ ബ്ലഡ്? എന്തുകൊണ്ടാണ് ഓഥർ ക്രിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണെന്ന് പറയാനുള്ള കാരണം. ദ ഓഥർ വാണ്ട്സ് ടു സേ ബൈ ക്രിക്കറ്റ് ഇൻ മൈ ബ്ലഡ് ആസ് ഹിസ് ഫാദർ വാസ് എ ഗുഡ് ക്ലബ് ക്രിക്കറ്റർ ഇൻ ഹിസ് ഡേയ്സ് ആൻഡ് എ കീൻ സ്റ്റുഡൻറ്റ് ഓഫ് ദ ഗെയിം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ തന്നെ ഒരു നല്ലൊരു ക്ലബ്ബ് ക്രിക്കറ്ററാണ്. അപ്പോൾ ഇദ്ദേഹം അത് വാച്ച് ചെയ്ത് നിൽക്കാറുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ഹിസ് ഫാദർ ഹെൽപ്ഡ് ഹിം ടു ബി എ ഗുഡ് ക്രിക്കറ്റർ? അപ്പം അദ്ദേഹത്തിൻ്റെ ഫാദർ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഒരു നല്ല ക്രിക്കറ്റർ ആവാൻ വേണ്ടിയിട്ട്? എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഹിസ് ഫാദർ വാസ് എ ഗുഡ് cricketer in those days. He always got valuable advices to develop his career as a cricketer. അപ്പം ഫാദറിൻ്റെ അഡ്വൈസസ് ആണ്. ഫാദർ ഓൾറെഡി നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ അഡ്വൈസസ് ആണ് സുനിൽ ഗവാസ്കറിനെ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്. ഹൂ വാസ് മാധവ് മന്ത്രി? ഇനി ആരാണ് മാധവ് മന്ത്രി? ആരാണ് മാധവ് മന്ത്രി? വാസ് ഓഥേഴ്സ് അങ്കിൾ. ദാറ്റ് മീൻസ് ഓഥർ മീൻസ് ഹിയർ ഹൂ ഈസ് ദ ഓഥർ? സുനിൽ ഗവാസ്കർ അല്ലേ. സുനിൽ ഗവാസ്കറിൻ്റെ അങ്കിളാണ് മാധവ് മന്ത്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് 5 പറയുന്നത്, അതിലെ ക്വസ്റ്റ്യൻസ്. വാട്ട് ഡിഡ് ഗവാസ്കർ ലൈക്ക് ടു ഡു വെൻ എവർ ഹി വാണ്ട്സ് ടു ഹിസ് അങ്കിൾ ഹൗസ്? വൈ? അപ്പം അങ്കിളിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്? ദ ഓഥർ ലവ്ഡ് ടു ടേക്ക് ഔട്ട് ഓഫ് ഹിസ് അങ്കിൾസ് ഇന്ത്യ ടെസ്റ്റ് പുള്ളോവേഴ്സ്. അപ്പോൾ അങ്കിളിൻ്റെ ഇന്ത്യ ടെസ്റ്റ് പുള്ളോവേഴ്സ് എടുക്കലാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് വാസ് ഹിസ് അങ്കിൾസ് ടീച്ചിങ്? അപ്പം അദ്ദേഹത്തിൻ്റെ അങ്കിൾ എന്താണ് പഠിപ്പിക്കുന്നത്? ഹിസ് അങ്കിൾ ടോട്ട് ഗവാസ്കർ ടു വർക്ക് ഹാർഡ് ഫോർ ദ ഡിസ്റ്റിങ്ഷൻ. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു ദ ടോപ്പ്. അപ്പം ഉന്നതത്തിലെത്താൻ, മീൻസ് ടോപ്പിലെത്താൻ വേണ്ടി അവിടെ ഷോർട്ട് കട്ടൊന്നുമില്ല. ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ള ഒറ്റ ഉപദേശം മാത്രമാണ് അങ്കിള് സുനിൽ ഗവാസ്കറിന് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഡിഡ് ദ ഓഥർ ലൈക്സ് മോസ്റ്റ്? അപ്പോൾ ഓഥറിന് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്താണ്? ദ ഓഥർ ലൈക്ഡ് സ്റ്റാമ്പ്സ് ബിയറിംഗ് ദ ഓട്ടോഗ്രാഫ് ഓഫ് ദ 1952 ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ടീം. അപ്പം ഓഥറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? ദ ഓഥർ ലൈക്ഡ് സ്റ്റാമ്പ്സ് ബിയറിംഗ് ദ ഓട്ടോഗ്രാഫ്സ് ഓഫ് ദ 1952 ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ടീംസ്. ഇന്ത്യയുടെ ഇംഗ്ലണ്ട് ടീംസിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റാമ്പിൽ ഓട്ടോബയോഗ്രഫി വാങ്ങിക്കുകയാണ് അദ്ദേഹം ചെയ്തത്.